വ്യൂവേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഗോവയിലാണ് ഉള്ളത്. ഗോവയിലെ മഡ്ഗോൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ അടുത്തായിട്ട് കോൾവ ബീച്ചിലും പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഒന്ന് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇന്നലെ രാത്രി പുറപ്പെട്ട് ഇന്ന് രാവിലെ ഒരു 7 മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെ നിന്ന് കുറച്ച് ടൈം ഇവിടെ വന്ന് ചിലവഴിച്ചിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. എന്തായാലും ഇതിന് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഗോവയിൽ വരുന്നത്. അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊന്ന് പോയി നോക്കാം. എന്താണ് അവിടുത്തെ അവസ്ഥകളൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് അറിയണം. പിന്നെ ഇവിടെ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് പ്ലേസുകളിലും ഈ പറഞ്ഞ പോലെ ബീച്ചുകളിലൊക്കെ അവർ എന്തായാലും എത്തിക്കുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം എല്ലാവരും പറയുന്ന പോലെ കുറച്ച് കാശിൻ്റെ കാര്യത്തിലൊക്കെ അവർ കൂടുതൽ ചോദിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അന്വേഷിക്കാതെ നമ്മളൊന്നും ചെയ്യത്തില്ല. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്താണ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുള്ള ഒരു അറിവ് നമുക്കില്ല. അപ്പോൾ നമ്മളിൽ നിന്നിപ്പോൾ അവരിപ്പോൾ 100 രൂപയും 200 രൂപയൊക്കെ എത്തിച്ചേരാമെന്ന് പറഞ്ഞായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലാൻ നേരത്ത് ഒരു ജാസ്തി ചാർജൊക്കെ ഈടാക്കുന്നതായിട്ട് അറിയുന്നത്. എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊന്ന് പോയി നോക്കാം. ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ റെയിൽവേയുടെ ഫ്രണ്ടിലെത്തി നിൽക്കുകയാണ്. റെയിൽവേയുടെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് എല്ലാവരും വന്ന് ക്യാബൊക്കെ ബുക്ക് ചെയ്ത് നമ്മുടെ ബീച്ചിലോട്ടൊക്കെ പോകുന്നത്. ഇവിടെ നിന്നാണ്. ഇവിടെ ഫുള്ള് കാറുകൾ, 4 വീലർ 2 വീലർ എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് വന്നിട്ട് അവർ നമ്മളെ വിളിച്ചിട്ട് പോയിട്ട് റേറ്റ് സംസാരിച്ച് ഇവിടെ നന്നായിട്ടുള്ള ബീച്ചുകളുടെ പേരൊക്കെ പറഞ്ഞ് കിലോമീറ്റർ അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാമെന്നായിരിക്കും. ഏകദേശം അവർ പറയുന്നത് ഒരു ബൈക്കിന് 600 വെച്ചൊക്കെ അവർ പറയുന്നത്. 2 ദിവസമാണെന്നുണ്ടെങ്കിൽ 1200 വെച്ച് പറയുന്നുണ്ട് 2 ബൈക്കിന്. അപ്പോൾ അത് കൂടുതലായിട്ട് തോന്നുന്നു. എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും, അത് വേണോ വേണ്ടെന്നുള്ളത്. ഇവിടെ അടുത്ത് നല്ല ബീച്ച്, കോൾവ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അവിടെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവർ പറയുന്ന ബൈക്ക് നിങ്ങൾ റെൻറ്റിന് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഹോട്ടലിലോട്ട്, അതായത് അടുത്തുള്ള ബീച്ചിലും പിന്നെ അവിടെ ഹോട്ടൽ അവർ പരിചയപ്പെടുത്തി തരാം. അതിനുള്ള നമ്മൾ 3 പേരുണ്ട്. 3 പേര് 100 രൂപ വെച്ച് അവർക്ക് 300 രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ ബീച്ചിനടുത്തുള്ള ഹോട്ടലിലും കൊണ്ടുപോയി അവിടെ പരിചയപ്പെടുത്തി റൂം എടുത്ത് സെറ്റ് ചെയ്ത് തരുമെന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് വിശ്വസിച്ച് പോകണമെന്നൊരു ഇതിൽ നിൽക്കുക. കാരണം അവരവിടെ ചെന്നിട്ട് ജാസ്തി ചോദിക്കുമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും അവർ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് സംസാരിക്കാം. നമ്മളെ ഫ്രണ്ട്സുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോകാനുള്ള കാര്യം നോക്കണം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഗോവയിലെത്തിയിരിക്കുന്നത്. ഗോവയിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ബീച്ചിലോട്ട് പോകാൻ എന്തായാലും നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് സംസാരിച്ച് എന്തായാലും നമ്മൾ ബീച്ചിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോവ ബീച്ചിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരു ഉച്ച കഴിഞ്ഞാണ് നമ്മൾ എന്തായാലും വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൈബ് കിട്ടത്തില്ല. അതിനുവേണ്ടിയാണ് വൈകുന്നേരം ഇറങ്ങിയത്. വൈകുന്നേരം ആവുന്ന നേരത്ത് സൂര്യാസ്തമയവും എല്ലാം നമുക്കൊരു നല്ല ഒരു സെറ്റോട് കൂടി തന്നെ കാണാൻ പറ്റിയൊരു ബീച്ചാണ്. എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകൾ അങ്ങോട്ട് പോയി കാണാം. ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ഇതുപോലല്ല, ഫുൾ ഏരിയയാണ്. അവിടെ ഫുള്ളായിട്ട് നിൽക്കുന്ന നല്ല തിരക്കാണ്. ഇവിടുത്തെ കൂട്ടമല്ല. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് മാറി നിന്നാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീച്ച് വന്ന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് കാണുന്ന എൻട്രിയാണ് അത്. അവിടെ ഇപ്പോൾ മലയാളീസും എല്ലാം പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. എങ്കിലും കൂടിയും സാധാരണ നമ്മൾ ഇന്ത്യക്കാർ അത്യാവശ്യം മാക്സിമം ആ ഒരു ബീച്ച് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ബാക്കി അത് കണ്ടിട്ട് നമുക്ക് ബാക്കി അവിടുത്തെ കാര്യങ്ങളെല്ലാം ചിത്രീകരിക്കാം. അപ്പം നമ്മുടെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് കുറച്ചൊന്ന് മാറി വീഡിയോ ചെയ്യുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൈബായിരിക്കും, പക്ക വൈബായിരിക്കും. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും ഒരു 5000-6000-ത്തിനകത്ത് നമുക്ക് നോക്കിയാൽ മതി. അതിനപ്പുറം പോകത്തില്ല. അതുപോലെ തന്നെയാണ് റൂമൊക്കെ ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ റൂം ബുക്ക് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1200-1500-നകത്ത് നമ്മൾ നമ്മളൊന്ന് അന്വേഷിക്കുക. ഈ കുറച്ച് ആൾക്കാർ നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ അവിടെ ബീച്ച് കാണാൻ വരുമ്പോൾ തന്നെ അവർക്കറിയാം നമ്മൾ ടൂറിസ്റ്റുകളാണ് വരുന്നത്. അവർ അത്യാവശ്യം നമ്മളെ കാശ് നമ്മളെ നിന്ന് മേടിക്കാൻ നോക്കും. അത് നമ്മൾ മാക്സിമം അത് ഒന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം അവരടുത്ത് നമ്മളിത് പറയാനുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ചാടി അവരടുത്ത് ഈ ബീച്ച് കാണുക, നമുക്ക് വ്ളോഗ് ചെയ്യുമെന്ന് പറയാൻ നേരത്ത് അവർ നമ്മളെ നിന്ന് നല്ല രീതിയിൽ കാശൊക്കെ കൊണ്ടുപോകും.
വൈൻഡപ്പ് പറയുമ്പോൾ നല്ലൊരു ഇത് കിട്ടുന്നുണ്ടല്ല, നല്ല ലൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബേക്ക് ഫുള്ള് സീ ആണ്, വളരെ നല്ലൊരു വൈബാണ്. അപ്പോൾ ഗോവ എക്സ്പീരിയൻസ് വളരെ നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തായാലും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഓക്കെ, ഗുഡ് ബൈ. പാലം കഴിഞ്ഞിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ ആണ് ആ കാണുന്ന ഫുള്ള്. ഡ്രസ്സിങ് ഷോപ്പുകളൊക്കെ ഉണ്ട്. അത് റെസ്റ്റോറൻ്റ് ആണ് ആ കാണുന്നത്, വെജാ. ഇതൊരു ടാറ്റു സ്റ്റുഡിയോ ആണ്, ചെറിയൊരു ടാറ്റു സ്റ്റുഡിയോ. ഇവിടെ നമ്മൾ അന്വേഷിച്ചായിരുന്നു, കുഴപ്പമില്ല, നോർമലായിട്ടുള്ള ഒരു റേറ്റിൽ ഒരു ടാറ്റു അടിക്കുന്നതാണ്. അത് നമ്മൾ നേരത്തെ അന്വേഷിച്ചായിരുന്നു, കുഴപ്പമില്ല, റേറ്റ് കുറവാണ്. രണ്ട് സൈഡിൽ കടകളാണ്. ഗോവ നൈറ്റ് വീഡിയോ ആണ് ഇതെല്ലാം. ഗോവ നൈറ്റ് വീഡിയോ ആണ്. ഗോവ ഡേ മാത്രം പോരല്ലോ, ഗോവ നൈറ്റ് വീഡിയോയും കൂടെ കവർ ചെയ്യേണ്ടതായിട്ട് വേണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് വീഡിയോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ടൈം. മലയാളി ഡി ജെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മളെ റോഡിൽ കൂടെ സൈഡിൽ കൂടെ പോയപ്പോൾ തന്നെ ഒരു പുള്ളി നമ്മുടെ വണ്ടി നിർത്തിയിട്ടൊരു മലയാളി ചേട്ടൻ മലയാളീസ് ഡി ജെ കൊണ്ടെന്നും പറഞ്ഞ് വന്ന് അന്വേഷിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഡീറ്റെയിൽ എന്ന്. എന്താ ചേട്ടാ? ഇവിടെ ക്ലബ് മാർഗരിറ്റ എന്ന് പറഞ്ഞ ഡി ജെ ഉണ്ട്, ലൈവ് ഡി ജെ ഡാൻസ് ക്ലബ്. അത് 8 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 1 മണി വരെയുള്ള. ഓക്കെ, 2 ടൈപ്പ് ടിക്കറ്റ് ഉണ്ട്. 500-ന് 300 ടിക്കറ്റ്. 500-നാണ് 3 ബിയറിന് 3 ഡ്രിങ്ക്സ്, അതിൻ്റെ ഒരു കോംപ്ലിമെന്റ്. 300-ൻ്റെ ആണെങ്കിൽ ഓഫ് സീസൺ ആയതുകൊണ്ട് 300-ൻ്റെ ടിക്കറ്റ് ഉണ്ട്, അതിലൊരു കോംപ്ലിമെന്റ് നിങ്ങൾക്ക് കിട്ടും. ലൈവ് ഡി ജെ ഡാൻസ് എല്ലാവരും ഒന്നിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് പോകുന്ന നല്ല ഫ്ലോർ. നമ്മുടെ ഒരു ഫിസിക്കൽ സപ്പോർട്ട് ഉണ്ടോ? ഞങ്ങളുടെ സ്റ്റാഫാണ് അവിടെ. ഇതാ ഇവിടെ ഈ വളവ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കാണുന്നത് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത്. ചേട്ടനെ ഇപ്പോൾ വിളിച്ചിട്ട് ചേട്ടന് ഇനിയിപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ തരേണ്ടതായിട്ടുണ്ട്? ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഡി ജെക്ക് അകത്താണ്. നിങ്ങൾ ഈ മലയാളിയാണെന്ന് മനസ്സിലാകണേ തിരിച്ചു വന്നു കേരള ഹോട്ടലിലോട്ട് പോകേണ്ടത്. നിങ്ങളുടെ നാട്ടിൽ? ഞാൻ കോട്ടയം. ഞാൻ ട്രിവാൻഡ്രം, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. അല്ല, നമ്മൾ വീഡിയോ പരിപാടി അങ്ങനെ വ്ളോഗും ഒക്കെ ആയിട്ട് നടക്കാം. ബാംഗ്ലൂർ ജോലി ഞാൻ ഷോർട്ട് ഫിലിമിലൊക്കെ കുറേ ഉണ്ടായിരുന്നു. ആണ്. ഓക്കെ. പുള്ളി പറയുന്നത് പുള്ളി നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പുള്ളിയുടെ തന്നെ റൈറ്റ് സൈഡിൽ കണക്കിൽ മാർക്കറ്റ് അവിടെ കൗണ്ടറിൽ ഷാജി എന്ന് പറഞ്ഞ ഒരാൾ ഇരിക്കും. പുള്ളി കാസർഗോഡ്, പുള്ളി എൻ്റെ നടത്തുന്ന ആളാണ്. ഓക്കെ. പുള്ളി ഞാനുള്ള മലയാളിയാണ്. രാജേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, ഞാനവിടുത്തെ സ്ഥാപനം കൊണ്ട് പറഞ്ഞു. അലിഭായി ഓ നിങ്ങളിപ്പോൾ നമുക്കോ നിങ്ങൾക്ക് എപ്പോൾ ഇറങ്ങുകയും കയറുകയും ചെയ്യും. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ രാജേഷ്. രാജേഷ്. ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് ചെറുതെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇവിടെ സേവ് ചെയ്തിട്ടോ? സേവ് ചെയ്തിട്ടോ? ഏത് രീതിയിൽ എന്തോ ഹെൽപ്പോ നല്ല സൈറ്റ് സീനോ എന്തെങ്കിലും കാര്യം എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. നമ്മൾ പുള്ളി എന്നെ ഇപ്പം നമ്മുടെ കോൺടാക്ട് ചെയ്ത് വരാമെന്ന് പറയുന്നുണ്ട്. ഒരു പബ്ബ് ഇവിടെ സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ് പബ്ബ്. ഇപ്പം എത്ര മണി കേട്ടോ ചേട്ടാ സ്റ്റാർട്ട് ആവുന്നത്? ഇപ്പോൾ 8 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. ക്രൗഡൊക്കെ വരുമ്പോൾ 9 നല്ല ക്രൗഡൊക്കെ. ആ ഓക്കെ ഓക്കെ. 8 മണി തൊട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 9 മണി തൊട്ട് പിന്നെ ക്രൗഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നന്നായിരിക്കും പറയുന്നത്. നൈറ്റ് ക്ലബ്ബാണ്. ഗോവയിൽ വന്നിട്ട് നൈറ്റ് ക്ലബ്ബ് മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ഇതായിരിക്കും. നമ്മളിവിടെ വന്നിട്ട് ഗോവയിൽ വന്ന് വെറുതെ ബീച്ച് കണ്ടു പോകുന്നതല്ല, അവിടുത്തെ പബ്ബൊക്കെ കയറി വന്ന് കുറവാ. അതെ അതെ. അടുത്ത മാസം മുതൽ 10-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സ്റ്റാർട്ട്. അപ്പോൾ കളർഫുൾ ആയിരിക്കും. ആളുകൾ എൻജോയ് പറഞ്ഞാൽ ബീച്ചേക്ക് വരുന്നു. പേരെന്താ ചേട്ടാ ചേട്ടനാ പബിന്റെ പേര്? മാർഗരിറ്റ. അവിടെ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ? വീഡിയോ ആക്ച്വലി അകത്ത് അലോഡല്ല. കാരണം എല്ലാവരും പേഴ്സണലായിട്ട് വരുന്നത്. ഇപ്പം വീട്ടിൽ നിന്ന് കപ്പിൾസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്, അപ്പം വീട്ടിൽ പറയാതെ വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഈ കോറിഡോറിൽ നിന്ന് ആ വെളിയിൽ നിന്നെല്ലാം വീഡിയോ എടുക്കുകയോ എല്ലാം ചെയ്യാം. ബൗൺസേഴ്സ് ഒക്കെ ഉണ്ടാവും.
ഞാൻ ഉണ്ടാവും, കൂട്ടത്തിൽ ഉണ്ടാവും. ഓക്കെ. നിങ്ങളിപ്പോൾ കയറുന്നുണ്ടെങ്കിൽ കയറി ഞാൻ അവിടെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നടന്ന് നിങ്ങൾ വീഡിയോ എടുത്ത് നടന്നു പോകണം. നടന്നു ചേട്ടനന്ന് അവിടെ വന്ന് നിൽക്കോ? ഞാനും മുന്നോട്ട് പോകുന്നത്. നമ്മൾ വരാം, ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വരാം. ഓക്കെ, നമ്മളൊന്ന് വരാം, ജസ്റ്റ് അങ്ങോട്ട് റൈറ്റ് സൈഡ് ചേട്ടൻ നിന്ന്. ഏജന്റുമാരൊക്കെ ഉണ്ട്, അവരോടൊന്നും മുട്ടാൻ ചേട്ടാ. ഏജന്റുമാരൊക്കെ ഉണ്ട്, ഡയറക്റ്റ് പോരും. ഞാൻ അവിടെ ഉണ്ട്, ഞാൻ നിങ്ങൾ ചവിത്തോട്ട് വരാം. ഓക്കെ. നമ്മൾ പബ്ബിൽ എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മലയാളിയാണ്, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. മലയാളി ആയതുകൊണ്ട് നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ വ്ളോഗുമായിട്ട് വന്നപ്പോൾ പുള്ളി നമുക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. പബ്ബിൽ നൈറ്റ് ലൈഫ് ഒന്ന് നോക്കുവാണ്. പുള്ളി നമുക്ക് സപ്പോർട്ടായതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പുള്ളി ബൈക്കിലാണ്, 2 വീലറിൽ വന്ന് നമ്മൾ ഈ വ്ളോഗിങ് കണ്ടുകൊണ്ട് പുള്ളി ചവിട്ടി കാര്യങ്ങൾ അന്വേഷിച്ച്, എന്നിട്ട് പുള്ളി പറഞ്ഞ് നിങ്ങൾ വന്നാൽ മതി, കുറച്ച് മുമ്പോട്ടാണ് പബ്ബ്, അവിടെ 8 മണി തൊട്ട് സ്റ്റാർട്ടാവും, 9 മണിയാവാൻ നേരത്തെ ഏകദേശം ക്രൗഡ് വരും. പക്ഷേ ഈ വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും അവിടെ അലൗഡ് അല്ല. കാരണം ഈ ഫാമിലീസും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നതാണ്. നമുക്ക് ജസ്റ്റ് കയറി എൻജോയ് ചെയ്ത് വരിക, അതാണ് പബ്ബിലെ കാര്യം. പബ്ബിനകത്തുള്ള കാര്യങ്ങളൊന്നും കാഴ്ചകളൊന്നും എനിക്ക് എന്തായാലും കവർ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ പബ്ബിൽ കയറുകയാണ്. ഗോവയിൽ എന്നിട്ട് പബ്ബിൽ കയറാമെന്ന് കഴിഞ്ഞാൽ വലിയൊരു മിസ്സിങ് ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പബ്ബിൽ കയറുന്നത്. ജസ്റ്റ് പബ്ബിൽ കയറുന്നു, എന്താണ് പബ്ബ് എന്ന് നമ്മൾ എന്തായാലും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം പ്രേക്ഷകരെ അകത്ത് ഉള്ളിലെ കാഴ്ചകൾ അവർക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും അത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെന്തായാലും പബ്ബിൽ കയറുന്നു, എൻജോയ് ചെയ്യുന്നു, പുറത്തിറങ്ങുന്നു. ഓക്കെ, പുള്ളി കുറച്ച് ഫ്രണ്ടിൽ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് പോവുക. റൈറ്റ് സൈഡിൽ കുറച്ച് ഫ്രണ്ടിലായിട്ട് തന്നെ റൈറ്റ് സൈഡിലുണ്ടെന്ന് പറയുന്ന പബ്ബ്. ഏകദേശം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി നമ്മൾ അവിടെ എത്തിയതിന് ശേഷം അകത്ത് പബ്ബ് കയറി എൻട്രി എല്ലാം എടുത്തതിന് ശേഷം പുറത്ത് എന്താണ് നമ്മൾ സംഭവിച്ചത്, എന്താ പബ്ബ് എന്താണെന്ന് നമുക്ക് ഇതുവരെ നമുക്ക് പുള്ളിൽ ഗോവ പബ്ബ് എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോകേണ്ടിരിക്കുകയാണ്. ഇതിനങ്ങോട്ട് പോകണം.